Correct future, correct beginning. St. Gregorius Central School. എല്ലാവർക്കും നമസ്കാരം. ആനുവൽ ഡേ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടെ നിറച്ചും പിള്ളേരായിരിക്കും എന്നാണ്. ഇപ്പം പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന 4 മികച്ച ആശയങ്ങളുമായിട്ടാണ് വന്നത്. നിങ്ങളുടെ ഗതികേട് ഈ ആശയം മുഴുവൻ നിങ്ങൾ കേൾക്കണ്ടേ? കൊല്ലത്ത് ആദ്യമായിട്ടാണ് പണ്ടൊരിക്കൽ ഒരു പള്ളിയുടെ പരിപാടിക്ക് വന്നിട്ടുണ്ട്, ഒരു 4-5 വർഷം മുമ്പ്. അതിനുശേഷം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെടുത്തി ഞാൻ വരുന്ന ആദ്യമായിട്ടാണ്. നിങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഇവിടേക്ക് വരാനൊരു കാരണമുണ്ട്. എൻ്റെ നാട് കറുകുറ്റിയാണ്. എൻ്റെ ശബ്ദമൊക്കെ ഈ സ്റ്റൈല് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും, കുറച്ച് തൃശ്ശൂരും കുറച്ച് അങ്കമാലിയൊക്കെ ചേർന്നൊരു ഉച്ചാരണമാണ് എൻ്റെ. എറണാകുളത്തിനും തൃശ്ശൂരിൻ്റെ ഇടയിലുള്ള ബോർഡറിലാണ് എൻ്റെ വീട്. അവിടുന്ന് 4.5 മണിക്കൂർ വണ്ടി ഓടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതേ ദിവസം വീടിൻ്റെ വളരെ അടുത്തുള്ള പല വിദ്യാലയങ്ങളും നമ്മൾ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടേക്ക് വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ജിജോ സാർ മെയിലിൽ നമ്മളോടൊരു കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. ഒന്ന്, അയാൾ എത്രത്തോളം പ്രൊഫഷണലായിട്ടാണ് സംസാരിക്കുന്നത്. 2, അയാൾ എത്രത്തോളം ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജിജോ സാറിൻ്റെ മെയിൽ എനിക്ക് വന്നപ്പോൾ അത് എക്സ്ട്രീംലി പ്രൊഫഷണലായിരുന്നു. അതിൽ വളരെ സത്യസന്ധമായൊരു ഹൃദയം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഇൻവിറ്റേഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇവിടേക്ക് വരാമെന്ന് കരുതി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വിദ്യാലയത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടും ഈ സ്ഥാപനം ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ സ്ഥാപനം കടന്നുപോയ ഭാരം വ്യക്തിപരമായിട്ട് അറിയാവുന്നത് ഇവരുടെ കുടുംബാംഗങ്ങൾക്കായിരിക്കാം. എന്നോട് പറയായിരുന്നു, കോവിഡ് കാലഘട്ടത്തിൽ പോലും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി നിന്നപ്പോൾ പോലും ഒരു അധ്യാപകനെയോ അധ്യാപികയെ പോലും ഇവർ പറഞ്ഞു വിട്ടിട്ടില്ല. എൻ്റെ ഒരു നാഷണൽ ഓർഗനൈസേഷനാണ്. 77 സ്ഥാപനങ്ങളുള്ള എൻ്റെ സ്ഥാപനം പോലും 10-20 പേരോ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഇവരുടെ മനുഷ്യത്വത്തോടുള്ളൊരു ആദരവാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ടീച്ചറെയോ ഒരു അധ്യാപകനെയോ പറഞ്ഞു പിടിക്കുക, ഒരു ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ആ പെയിൻ അവരനുഭവിക്കാതിരിക്കാൻ അതിൻ്റെ ബാധ്യത പോലെ ഇവർ ഏറ്റെടുത്തിട്ട് ഈ സ്ഥാപനത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് ഇവർക്കൊരു കൈയടി കൊടുക്കണം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഇനി ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്ന സാധനം മുഴുവൻ മാച്ച് കളഞ്ഞിട്ട് പുതിയൊരു ഐറ്റമാണ് സംസാരിക്കാൻ പോകുന്നത്. ആരാണ് നല്ല മാതാപിതാക്കൾ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പിള്ളേരും ഇല്ല. പിന്നെ താൻ എങ്ങനെയാണോ ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്? MLA പറഞ്ഞു എൻ്റെ പേരിൽ ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, പിന്നെ എനിക്ക് പറയണമല്ലോ എന്താ പറയണ്ടേ, എന്താ പറയാൻ പാടില്ലാത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും തരത്തിൽ ഇതിന് മുമ്പ് അറിയാവുന്നവരൊന്ന് കൈവക്കാവും. അപ്പോൾ പറഞ്ഞത് പറയാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം എൻ്റെ പേരിൽ അമ്മയുടെയും അപ്പച്ചൻ്റെയും പേരുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, എനിക്കിപ്പോൾ 33 വയസ്സായി. എൻ്റെ പ്രായത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് വേറെ വലിയ ആളുകളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാനൊരു ഗസ്റ്റായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാൻ എൻ്റെ ചങ്കി കൈവച്ച് പറയാം, അത് എൻ്റെ മാതാപിതാക്കൾ എന്നെ അതുപോലെ വളർത്തിയതുകൊണ്ടാണ്. ഇത് വെറുതെ ഒരു രസത്തിന് പറയുന്നതല്ല. ഞാനൊരു കാരണം പറയാം. ഞാനിന്ന് വന്നത് എൻ്റെ ഹ്യുണ്ടായി വെർണ കാറിലാണ്. ഒരു കറുത്ത കാറാണ്. കഴിഞ്ഞ ദിവസത്തൊക്കെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാൻ ഭയങ്കര ടയേർഡായിട്ട് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ വണ്ടി കണ്ടാൽ ശബരിമലയ്ക്ക് വേണ്ടി തിരിച്ചു വന്ന പോലെയാണ്. ഇങ്ങനെ കിടക്കുക. പപ്പനമ്മ പറഞ്ഞു, എടാ ഈ വണ്ടിയും കൊണ്ടുപോയ നാണക്കേടല്ലടാ, നീ ഒരു ചീഫ് ഗസ്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, അപ്പ എനിക്ക് അതിരാവിലെ ഇറങ്ങണം, അവിടെ എത്തണ്ടേ, സമയമില്ല. അത് അവരോട് പറയാം. കൊല്ലത്തേക്കുള്ള യാത്രയിൽ ഒരുപാട് വണ്ടി പൊടിയടിച്ച് പിന്നെ 4 മണിക്കൂർ ഡ്രൈവ് മേലിക്കും. നീ വണ്ടി ഇറക്കിയിട്. അപ്പനും അമ്മയും ഇടവും വലവും നിന്ന് ഞാൻ കാറിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ വെള്ളം മുക്കി പെട്ടെന്ന് കാറ് തുടയ്ക്കുന്നൊരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, എടാ മെനക്കെട്ടവനെ എന്നാൽ നിനക്കങ്ങോട്ട് കഴിയാൻ പോരെന്ന്. ഞാൻ ക്ഷീണിതനാണ്. ഞാൻ തലേദിവസത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പനും അമ്മയും അത് ചെയ്യുന്നത് ഒരു ഭാരത്തോടു കൂടിയല്ല, സന്തോഷത്തോടു കൂടി. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളിലൂടെ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളെ ഓർത്ത് അവർക്ക് അഭിമാനമുണ്ട്. ഞാനെന്ന മകൻ കടന്നു പോകുന്ന തിരക്കുകളെക്കുറിച്ചും എൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട് അവർക്ക്. അതുകൊണ്ട് അവർ എന്നെ സഹായിക്കുന്നതാണത്. ഈ കണ്ട കാലം മുഴുവൻ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് 2 വാക്കുകളാണ്. ഒന്ന് അപ്പൻ അപ്പൻ അപ്പൻ, 2 അമ്മ അമ്മ അമ്മ. എങ്ങനെയാണ് ഒരു 33-കാരൻ സംസാരിക്കുമ്പോൾ അവൻ്റെ വായിൽ ഏറ്റവും കൂടുതൽ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ കാരണം? എനിക്കറിയാം ഇവിടെയുള്ളവരെല്ലാവരും മാതാപിതാക്കളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ച് കൃത്യമായ സ്വപ്നമുണ്ട്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ മക്കളെ വലിച്ചു കൊണ്ടുവരികയാണ്. അതല്ല വേണ്ടത്. അവരുടെ സ്വപ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. ക്ലാസ്സിൽ മാത്തമാറ്റിക്സിന് എൻ്റെ മകൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം എന്ന് നിങ്ങൾ വാശി പിടിക്കുമ്പോൾ കണക്കിന് നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നുള്ളതും കൂടി ആലോചിക്കണം. ഞാനിപ്പോ ഒരു ചലഞ്ച് തരാം. ഭാവിയിലെ ഇന്ത്യ ഈ വിഷയത്തെക്കുറിച്ച് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ ഏതിലൊരു അമ്മ കടന്നു വരാമോ? ഭാവിയിലെ ഇന്ത്യ. അപ്പം മക്കളെ വിളിക്കണം, നിങ്ങളൊരു ചെല്ലട ഭാവിയിലെ ഇന്ത്യനെ കുറിച്ച് ചെന്നേ. എന്തോ വീട്ടിൽ ചെന്ന് പറയും, നിനക്കൊന്ന് കയറി പറയാറുന്നില്ലടാ 2 വാക്ക്. എങ്ങനെ പോവും? ദൈവമേ, ഞാൻ തീരെ പ്രതീക്ഷയില്ലട്ടാ. പ്ലീസ് കം. 2 മിനിറ്റ് മതിയോ? മൈക്കുണ്ടോ? അദ്ദേഹത്തെ ഇവിടേക്ക് കയറ്റണ്ട. കോഡ്ലെസ് പോയോ? ഹലോ. ഞാനിതിനു മുമ്പ് ഒരു 50ഓളം കോളേജുകൾ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഞാൻ പറയാന്ന് പറഞ്ഞത്. ഹലോ. ഭാവിയിലെ ഇന്ത്യയിലെ പൗരൻ എങ്ങനെയായിരിക്കണം? ഒന്നാമത് പൗരൻ എന്ന് പറയുമ്പോൾ പൗരത്വ ബോധമുള്ളവനായിരിക്കണം. താൻ മാത്രമല്ല ഈ രാജ്യത്ത് ജീവിക്കുന്നത്, മറ്റനേക ആളുകളും കൂടെ ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. മനുഷ്യൻ, എസ്പെഷ്യലി നമുക്കറിയാം കേരളത്തിൽ നമ്മളെല്ലാവരും നമുക്ക് ആവശ്യമുള്ള അവകാശങ്ങളെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ്. പക്ഷേ നമുക്ക് ഓരോ അവകാശവും കിട്ടുന്നത് ഫ്രം എ ഡ്യൂട്ടി പ്രോപ്പർലി ഡൺ, വെൽ ഡൺ. അവനവൻ്റെ കൃത്യം നേരെ ചെയ്താൽ ഈ അവകാശത്തിന് നമുക്ക് അർഹതയുണ്ട്. അതില്ല, അത് നമ്മുടെ കുട്ടികളാരും പഠിക്കുന്നില്ല. ഷോർട്ട് കട്ടിൽ കൂടെ എങ്ങനെ കയറി പോകാം എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾ പേരൻസ് തന്നെയാണ് അതിനൊരു പ്രധാന എന്താണ് പറയേണ്ടത്, അതിന് മോഡലായിട്ട് നിൽക്കുന്നത്. നമ്മൾ തന്നെ എങ്ങനെ ഷോർട്ട് കട്ടിൽ കയറി പോകാം, എങ്ങനെ പണിയെടുക്കാതെ ജീവിക്കാം എന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ പിന്നെ അവർ നമ്മളെക്കാട്ടും മിടുക്കന്മാരായിട്ട് വരും ആ പണിയിൽ. അവിടെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അവകാശങ്ങൾ ചോദിക്കുമ്പോൾ നീ നിൻ്റെ പണി നേരെ ചെയ്തോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കണം. നീ അന്യനെ ദ്രോഹിച്ചിട്ടാണോ മേപ്പോട്ട് കയറി വന്നത് എന്നുള്ള ചോദ്യം ഓരോരുത്തരും ചോദിക്കണം, മക്കളോട് ചോദിക്കണം. നമ്മുടെ രാജ്യത്തെ ബുദ്ധിക്ക് യാതൊരു പഞ്ഞവുമില്ല. കുട്ടികളൊക്കെ നല്ല ബുദ്ധിയുള്ളവരാണ്. പക്ഷേ അവർക്ക് കിട്ടുന്ന ഗൈഡൻസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ പോലെ ഓരോ കുട്ടിക്കും ഒരു കഴിവുണ്ട്. ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൗരനായിട്ട് വരട്ടെ, സിറ്റിസൺ ആയിട്ട് വരട്ടെ, വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അതേ പറയുന്നുള്ളൂ. ഓരോ പേരൻറ്റും വിചാരിക്കണം. പിന്നെ വേറെ ഒന്നുള്ളത്, പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള ഡിസ്ക്രിമിനേഷനും നമ്മൾ മറക്കണം.
എനിക്കുള്ളതെല്ലാം പെൺകുട്ടികളാണ്, 3 പെൺകുട്ടികളാണ്. അവർ 3 പേരും അവനാൻ ഉദ്ദേശിച്ച ലൈനിൽ തന്നെ നേരായി വന്നു. അത് അവരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്, അല്ലാതെ അവരെ നമ്മൾ കുറുക്കുവഴിക്ക് പ്രേരിപ്പിച്ചിട്ടില്ല. ഒരാളെ നിങ്ങൾക്കറിയാം, പിന്നണി ഗായികയാണ് ചിത്ര. രണ്ടാമത്തെ മകള് അവൾ ബിസിനസ് ലൈനിലാണ് പോയത്. നൗ ഷീ ഈസ് വർക്കിംഗ് ഫോർ അഡിഡാസ് ഇൻ ജർമ്മനി. മൂന്നാമത്തെ ആൾ ഡോക്ടർ ആകണമെന്ന് വിചാരിച്ചു. ഷീ ഈസ് എ സർജൻ, ക്യാൻസർ സർജൻ, ഗൈനക്കോളജിക്കൽ ക്യാൻസർ സർജൻ ആണ്. ഷീസ് ഇൻ ദി US. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മകൻ എന്തെല്ലാം ചെയ്യണമോ, നമ്മൾ മകൻ്റെ അടുക്കൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നോ അതിലപ്പുറം എൻ്റെ മക്കൾ ഞങ്ങളെ നോക്കുന്നു. അതേ എനിക്ക് പറയാനുള്ളൂ. കുട്ടികളെ അവരുടെ വഴിക്ക് വിടുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ ചെയ്തു കൊടുക്കുക. അവർ നേരെ നമ്മൾ സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു വരും, അത് ഉറപ്പാണ് കാര്യം. നാളത്തെ ഇന്ത്യയിലെ പൗരന്മാരെ വളർത്തണമെങ്കിൽ 2-3 കാര്യം. ഒന്ന്, അവരെ സ്നേഹിക്കുക. രണ്ടാമത്, അവർക്ക് ഈ കുറുക്ക് വഴികളിൽ നിന്നും അവരെ രക്ഷിക്കുക. കഷ്ടപ്പെട്ടാലേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ എന്ന് പറയുക. പിന്നെ മൂന്നാമത്, ഞാൻ പറഞ്ഞ പോലെ മറന്നു പോകുന്നു. മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു. അതായത് റൈറ്റ്സ്, നമ്മുടെ റൈറ്റ്സ് ദി അക്രൂ ഫ്രം എ ഡ്യൂട്ടി വെൽ ഡൺ. അവനാൻ്റെ പ്രവൃത്തി നേരെ ചെയ്താൽ അവനാൻ അവകാശത്തിൽ പറയാം. അത്രയേ ഉള്ളൂ. നന്ദി. എത്ര മനോഹരമായിട്ടാണ് മാം സംസാരിച്ചത്. അങ്ങനെ സംസാരിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്നറിയോ? അതുപോലെ സ്വന്തം മക്കളെ വളർത്തി എന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ച തന്നെയാണ് മാം സംസാരിച്ചത്. ഞാൻ ഇനി എൻ്റെ ഒരു കാര്യം പറയാം. എൻ്റെ അപ്പനും അമ്മയും അധ്യാപകരാണ്. അപ്പോൾ ഞാൻ ഈ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കണം എന്നുള്ളതാണ് പൊതുവെ ഉള്ളൊരു വെപ്പ്. അധ്യാപകരുടെ മക്കൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കണം. ഈ കണക്കിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പുറകിലായിരുന്നു. അതായത് കണക്ക് തലയിൽ കയറുന്നില്ലായിരുന്നു. ഞാൻ ഈ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ പോയി പള്ളിയിലച്ഛനാവാൻ. ഒരാവേശത്തിന് പോയതാണ്. അവിടെ ചെന്നപ്പോൾ നമുക്ക് കൊമേഴ്സ് എടുക്കാം, സയൻസ് എടുക്കാം. ഞാൻ പാരൻസിനോട് പറഞ്ഞു, അപ്പാ എനിക്ക് പറ്റണില്ല, ഈ കണക്കും കെമിസ്ട്രിയും ഒന്നും എൻ്റെ തലയിൽ കയറുന്നില്ല. എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്, ഹിസ്റ്ററി ഇഷ്ടമാണ്, തിയറി ഇഷ്ടമാണ്. അങ്ങനെ കൊമേഴ്സ് എടുത്തു, പഠിച്ചു. പിന്നെ സെമിനാരിയിൽ നിന്ന് പോന്നു. ഇതെല്ലാം ഞാൻ MBAക്ക് ജോയിൻ ചെയ്തു. MBAക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കണക്കിനെ പേടിച്ചിട്ടാണല്ലോ നമ്മൾ കൊമേഴ്സ് എടുത്തത്. MBAയിൽ ജോയിൻ ചെയ്തപ്പോൾ MBAയിലെ മെയിൻ ഒരു സബ്ജക്റ്റ് മാത്തമാറ്റിക്സ്. പണിപാളി. ഞാനാണ് ഈ മലയാളി മീഡിയത്തിലാണ് പഠിച്ചത്. 2 2, ഈ 2 4, 3 2 6 ഇങ്ങനെയാണ് പഠിച്ചത്. എന്നോടൊക്കെ 3 4 സാർ എന്ന് വെച്ചാൽ ഐ എം ഫൈൻ, താങ്ക് യു. ഞാൻ മലയാളത്തിലാണ് പഠിച്ചുകൊണ്ട് എനിക്കത് ഇല്ല. സാഗു, ഉസാഗ, 1/2 എന്ന് എഴുതുമ്പോൾ മുകൾ ഭാഗം അംശം, താഴത്തെ ഭാഗം ഛേദം. ഞാൻ MBAക്ക് ജോയിൻ ചെയ്യുമ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ഈസ് ഇക്വൽ ടു ദ പവർ ഓഫ്. ഞാൻ അങ്ങനെ ഫ്രഞ്ച് ക്ലാസ്സിൽ ഇരിക്കണമായിരുന്നു, ഒന്നും മനസ്സിലാവുള്ള. ഇന്റേണൽ എക്സാംസ് ഒക്കെ എഴുതി എനിക്ക് 18 മാർക്ക് കിട്ടിയുള്ളൂ. 20 മാർക്ക് വേണം യൂണിവേഴ്സിറ്റി എഴുതാൻ. ഞാൻ തോറ്റു. എൻ്റെ ബാച്ചിൽ ഞാൻ മാത്രം തോറ്റു. ഭയങ്കര സങ്കടം. 120 വിദ്യാർത്ഥികളിൽ ഞാൻ മാത്രം തോറ്റപ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിക്കാം വീട്ടിലുണ്ടാകാൻ പോകുന്ന ഭൂകമ്പം. എൻ്റെ അപ്പച്ചൻ കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത്. MBA ഞാൻ പഠിച്ചത് 7 ലക്ഷം രൂപയ്ക്കാണ്. 7 ലക്ഷം. എൻ്റെ പാവപ്പൻ ലോൺ എടുത്താ പഠിപ്പിച്ചേ. ലോൺ എൻ്റെ പേരിലായിരുന്നു. അത് പിന്നീട് മനസ്സിലായത്. അപ്പം ഈ ലോൺ അടച്ചു തീർക്കണം. ഞാനന്ന് വൈകുന്നേരം ഈ വാർത്തയുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. നിങ്ങൾക്കും ചിന്തിക്കാം, ഭാവിയിൽ നിങ്ങളുടെ മക്കൾ അവൻ മാത്രം തോറ്റിട്ട് വീട്ടിലേക്ക് കയറി വരുന്നു. നിങ്ങൾ മീൻ ചിലപ്പോൾ ഇങ്ങനെ കത്തിക്കരിയും, ചിലപ്പോൾ ചപ്പാത്തി മലത്തിടുകയായിരിക്കും. യു ക്യാൻ ഇമാജിൻ. ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്നു, അമ്മ അടുക്കളയിലാണ്, അപ്പം നടക്കാൻ പോകുന്നു. ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ 1 സെക്കൻഡ് ഒന്നിരിക്കൂ. എന്തേ? ഒന്നുമില്ല, ഇരിക്കൂ. അമ്മേ ചായ ഇപ്പം വേണ്ട, ഒന്നിരിക്കൂ. എന്താടാ? ഞാൻ മാത്സിന് തോറ്റു. തമാശ അല്ലപ്പ.
ശരിക്കും തോറ്റു. അതിന് യൂണിവേഴ്സിറ്റി എക്സാം വന്നിട്ടില്ലല്ലോ, അത് എഴുതാൻ പറ്റില്ല, അതിന് മുന്നേ തോറ്റു. പപ്പൻ കാര്യമായിട്ടാണോ? കാര്യമായിട്ടാണ്. എന്തു പറ്റി? ഞാൻ പറഞ്ഞില്ല, അപ്പം മലയാളം മീഡിയത്തിൽ ഞാൻ പഠിച്ച് ഈ കണക്ക് പേടിച്ചിട്ട് ഇവിടം വരെ എത്തിയത്. ഇവിടെ ഇത്രയും വലിയ മാത്തമാറ്റിക്സ് ഉണ്ടാവും ഞാൻ കരുതിയില്ല. കുറേക്കാൻ ശ്രമിച്ചു, പറ്റിയില്ല. പിന്നെ എനിക്ക് എന്നോട് തന്നെ ഒരു മടുപ്പ്, ഞാൻ പൊട്ടൻ കഴിവില്ലാത്തതെന്നൊക്കെ തോന്നി. എൻ്റെ കൊണ്ട് പറ്റണില്ല. അമ്മ ഇങ്ങനെ എൻ്റെ പൊന്നു മോനെ നമ്മൾ എത്ര രൂപ കൊടുത്താണ് അത് പഠിച്ചത്, ഇനി എന്ത് ചെയ്യും? അമ്മ പറഞ്ഞു എന്നെ കൂട്ടി മിണ്ടാണ്ടിരിക്കും, നീ ചായ എടുക്കണ്ട, ഞാനും മോനും കൂടി പുറത്തു പോയി ഒരു ചായ കുടിക്കുകയാണ്. ഇപ്പം ഞാൻ വിചാരിച്ച എൻ്റെ വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയി ചീത്ത പറയാനായിരിക്കുന്നു. ഞാൻ അപ്പൻ്റെ ഒപ്പം കൈയും പിടിച്ച് നടക്കുന്നു. കറുകുറ്റിയിൽ ഹോട്ടൽ റൺസ്, അവിടേക്ക് എന്നെ കയറ്റുന്നു. അപ്പം പറയുന്നു 2 ചായ 1 മസാല ദോശ. ഞാനിതിപ്പോൾ മറ്റേ സലീം കുമാർ പണ്ട് പറഞ്ഞോണ്ട് ഇതിപ്പോൾ എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് മൊത്തത്തിൽ ഭ്രാന്തായാലും മറ്റും ഞാനിങ്ങനെ ഇരിക്കുന്നു. അപ്പം പറഞ്ഞു നിനക്ക് മസാല ദോശ ഇഷ്ടമല്ലേ? ആ അതെ, കഴുകി. അതുവരെ ഞാൻ കരയുന്നില്ല, ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണേ. ഞാൻ ഈ മസാല ദോശ ചട്നിയിൽ മുക്കി കഴിക്കുന്ന നേരത്ത് അപ്പം തോളത്ത് കെട്ടിയിട്ട് പറഞ്ഞു, തോറ്റത് സാരമില്ല, നീ മലയാളം മീഡിയത്തിലല്ലേ പഠിച്ചേ, പെട്ടെന്ന് ഇംഗ്ലീഷിൽ വന്നപ്പോൾ നിനക്ക് പറ്റിക്കാണില്ല. നീ ഒറ്റ കാര്യം മാത്രം ഒന്ന് ആലോചിക്കണം, നീ കൃത്യമായി പരിശ്രമിച്ചിരുന്നോ? ഇനി നിനക്ക് തോന്നാണ് നീ കുറച്ച് ഉഴപ്പിയെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, നമുക്കത് വീണ്ടും എഴുതാം. അല്ല, നിനക്ക് നീ കോളേജ് മാറിപ്പോണം, വേറെ കോളേജ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് അപ്പനും അമ്മയും തയ്യാറാണ്. ഞങ്ങളുടെ റിട്ടയർ ആയിട്ടുള്ള പെൻഷൻ കാശുണ്ട്. എനിക്ക് പറയാനുള്ളത് നീ ഇവിടുന്ന് തലയുയർത്തി പുറത്ത് കിടക്കണമെന്നാണ്. ഇതിനുശേഷം എൻ്റെ അപ്പച്ചൻ കോളേജിൽ പോയി അവിടുത്തെ അധ്യാപകർ കണ്ട് ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു മൈ സൺ? ബികോം ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അവൻ പഠിച്ചിറങ്ങിയത് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആയിട്ടാണ്. എൻ്റെ മകൻ എന്ത് പറ്റി? ഞാനിവിടെ വന്നത് അവന് 2 മാർക്ക് കൂടി ചോദിക്കാനല്ല. ഐ ജസ്റ്റ് വാണ്ട് ടു നോ വാട്ട് ഹാപ്പൻ ടു മൈ സൺ ബിക്കോസ് ഐ എം എ ടീച്ചർ ആസ് വെൽ. ഞാൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു മാഷാണ്. അതുകൊണ്ട് എനിക്ക് അറിയണം എന്ത് പറ്റി. അവർ പറഞ്ഞത് ഹി വാസ് ലൈക്ക് എ ജോക്കർ. അവനിങ്ങനെ തമാശ പറഞ്ഞെല്ലാം ചിരിപ്പിച്ച് നടക്കായിരുന്നു. പക്ഷെ അവൻ പഠിക്കാൻ ശ്രദ്ധിച്ചില്ല, പോയി. അപ്പം പറഞ്ഞു, ജോക്കർ എന്ന് വിളിക്കില്ല ടീച്ചറെ, അത് ഹ്യൂമർ ഇൻ്റലിജൻസ് ആണ്. തമാശ പറയാനൊരു കഴിവ് വേണം. ഞാനൊന്ന് അവനോട് ചോദിക്കട്ടെ, സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൻ വീട്ടിൽ വരുന്ന എന്നോട് പറയുന്നു, എടാ നീ ഇവിടെ നിന്ന് തന്നെ പഠിച്ചതാണ്, ഇവിടെ നിന്ന് തന്നെ. അപ്പനമ്മയും കൂടെയുണ്ട്. പുതിയ സെമസ്റ്ററിലെ വിദ്യാർത്ഥികൾ വരുന്നു, അവരെയൊക്കെ വെൽക്കം ചെയ്യുന്നത് ഞാനാ. പുതിയ വിദ്യാർത്ഥികൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. എനിക്ക് സംസാരിക്കാൻ അറിയാം. ഇപ്പൊ ജൂനിയേഴ്സൊക്കെ വിചാരിച്ചു, ഓ എത്ര മിടുക്കനായ ചേട്ടൻ. ഞാനൊരു കൂട്ടുകാരോടൊപ്പം ട്യൂഷൻ തുടങ്ങി. അപ്പൻ ചില പുസ്തകങ്ങൾ കൊണ്ടുവന്നു. അപ്പൻ്റെ ഒപ്പം ഈവനിങ് വാക്കിന് നടക്കുമ്പോൾ അപ്പം പറയും, എടാ ഇങ്ങനെ കുറേ ചിന്തിക്കണം, കുറേ ബുക്കുകൾ വായിക്കണം, ഒരു ഇൻ്റർവ്യൂ വന്നാൽ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഉണ്ടാവും, അവിടെ നീ കുറച്ച് മുകളിൽ നിൽക്കണം. അങ്ങനെ അപ്പൻ എന്നെ പ്രിപ്പയർ ചെയ്യായിരുന്നു. ജൂനിയേഴ്സ് പരീക്ഷ എഴുതാൻ വന്നപ്പോൾ ഞാൻ അവരുടെ ഒപ്പം പരീക്ഷ എഴുതാൻ ചെന്നേക്കുക. അപ്പം പിള്ളേർ ചോദിച്ചു, ചേട്ടൻ എന്താ ഇവിടെ? പരീക്ഷ എഴുതാൻ. ഇമ്പ്രൂവ്മെൻ്റ് ആണോ? കൂടുതൽ മാർക്കിനാണോ? അല്ലല്ല, കഴിഞ്ഞവിടെ ഇത് എഴുതാനേ പറ്റിയില്ല. അപ്പം ചേട്ടൻ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, യു ക്യാൻ റോക്ക് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞത്, അതൊക്കെ ഞാൻ പറയും. അങ്ങനെ ജൂനിയേഴ്സിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു ചമ്മലോട് കൂടി ഞാനൊരുത്തനുള്ളൂ പരീക്ഷ എഴുതി. ഇതെല്ലാം കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്റർ കഴിയാറായി കഴിഞ്ഞപ്പോൾ കമ്പനികൾ സെലക്ട് ചെയ്യാൻ വന്നു ജോലിക്ക്. അപ്പോൾ അവർ ചോദിച്ചത് ഒറ്റ കാര്യമാണ്, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ മാർക്സ് കാർഡ് തരണം. അതിന് വെച്ചിട്ടാണ് ഞങ്ങൾ നിയന്ത്രിക്കുന്നത്, ഞങ്ങൾ ഡിക്കുന്നത് പിള്ളേരെ. ഞാൻ ഓൾറെഡി യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയിട്ടില്ല. അപ്പം ഞാൻ ഓൾറെഡി തോറ്റ ഒരാളാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടവരെ ആദ്യത്തെ, അയ്യോ ഓൾറെഡി തോറ്റു. പക്ഷെ അന്ന് ദൈവം എൻ്റെ മുമ്പിൽ വന്നത് MG യൂണിവേഴ്സിറ്റിയുടെ രൂപത്തിലായിരുന്നു. ഫസ്റ്റ് സെമസ്റ്റർ എഴുതിയ ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനിരുന്നു. ഓരോ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂവിൽ ചോദിച്ചത് ഒരു കഥ പറയാനാണ്. സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്, സ്ട്രെസ് ഇൻ്റർവ്യൂ. പെട്ടെന്നൊരു സബ്ജക്റ്റ് വരും, സംസാരിക്കണം. എനിക്ക് കിട്ടിയത് ടെൽ അസ് എ സ്റ്റോറി വിച്ച് വി ഹാവ് നെവർ ഹേർഡ്. ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു കഥയെക്കുറിച്ച് പറയൂ. അതെന്ത് കഥ? 4 പേര്, കമ്പനിയുടെ HR, CEO, MD, ഡിവിഷൻ ഹെഡൊക്കെ ഇരിക്കുന്നു. ഞാനിങ്ങനെ നിൽക്കുന്നു, കഥ പറയണം. 2 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാം. ആരും കേൾക്കാത്ത കഥ പറയണം. ആ കഥയ്ക്ക് ഒരു ടൈറ്റിലും വേണം. ഞാൻ മൂലയ്ക്ക് മാറി നിന്നിട്ട് ആമയും മൊയിലും നോ, അത് കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ആലോചിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന്, സാർ ഐ ഗോട്ട് ദി ടൈറ്റിൽ.
ഇത്ര പെട്ടെന്നോ? ആ, ടൈറ്റിൽ കിട്ടി. കഥയോ? കഥയും കിട്ടി. എന്നാൽ ടൈറ്റിൽ ആദ്യം പറഞ്ഞു. സർ, ദ ടൈറ്റിൽ ഓഫ് മൈ സ്റ്റോറി ഈസ് എ മസാല ദോശ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരു മസാല ദോശയ്ക്ക് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കഥ മൊത്തം അങ്ങോട്ട് പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞ് ഇവർ ഞെട്ടും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും, ഞാൻ തോറ്റു എന്നുള്ള കാര്യം അവർ ഓൾറെഡി അറിഞ്ഞു. കഥ ഞാൻ മോട്ടിവേഷണൽ സ്റ്റോറി ഞാൻ പറഞ്ഞതാ. ഞാൻ തോറ്റിട്ടും എൻ്റെ അപ്പൻ എനിക്ക് മസാല ദോശ വാങ്ങിച്ചു തന്നു. അപ്പോൾ അവർ ചോദിച്ചു, അപ്പം തോറ്റല്ലേ? ഞാൻ ചോദിച്ചു, എന്തൊരു മണ്ടനാണ് ഞാൻ. ഇതെല്ലാം കഴിഞ്ഞ് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല ജോസഫ്, പുറത്തേക്ക് വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് കാൻകോർ ഇൻഗ്രീഡിയൻസ് എന്ന കമ്പനി നോട്ടീസ് ബോർഡിൽ സെലക്ട് അയാളുടെ പേരിട്ടു. അതെൻ്റെ പേരായിരുന്നു. ആ ജോലി കിട്ടി നിൽക്കുകയാണ്. അന്ന് ഓഫർ ലെറ്റർ വാങ്ങിക്കാൻ ഞാൻ ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു, ജോസഫ്, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യമാണ്, സർ, വൈ ഡിഡ് യു സെലക്ട് മീ? ഞാൻ തോറ്റു എന്നറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് എന്നെ എടുത്തത്? അവരെന്നോട് പറഞ്ഞ കാര്യം വളരെ സിമ്പിളാണ്. അതാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അവരെന്നോട് പറയും, ജോസഫ്, വി ഫെൽറ്റ് യു ആർ എ ടീം പ്ലെയർ, യു ആർ മോൾഡബിൾ. നിന്നെ ഏത് ടീമിലിട്ടാൽ ആ ടീമിനോട് ചേർന്ന് പോകും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിനക്കങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ഇല്ല. യു ആർ എ സിമ്പിൾ പേഴ്സൺ, യു ആർ ഓണസ്റ്റ്. ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ നിന്നെ ട്രെയിൻ ചെയ്താൽ ഞങ്ങൾക്ക് നിന്നെ ഉപയോഗിക്കാമെന്ന് തോന്നി. അങ്ങനെ ആ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും ആദ്യം തോറ്റ ആൾക്ക് ഏറ്റവും ആദ്യം ജോലി കിട്ടി. ഞാൻ ആ കമ്പനിയിൽ 5 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് റേഡിയോ ജോക്കിയൊക്കെ ആയത്. ഇവിടെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് മസാല ദോശ എന്നൊരൊറ്റ കാര്യമാണ്. പക്ഷെ ആ മസാല ദോശയ്ക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട്, സ്നേഹം. സ്നേഹം. നിങ്ങൾക്ക് ഞാൻ പണ്ട് കേട്ടുള്ള കഥയാണ്. അതായത് ഈ പണ്ട് ആട്ടിടയന്മാർ ആടുകളെ മേച്ച് നടക്കുമ്പോൾ രാത്രി വന്യമൃഗങ്ങൾ ആക്രമിക്കാണ്ടിരിക്കാൻ ഈ ആടുകളെ മുഴുവൻ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറ്റും. ഗുഹയ്ക്ക് വാതിലില്ല. എന്നിട്ട് ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഗുഹയുടെ വാതിലിൻ്റെ അവിടെ ഈ ആട്ടിടയൻ വട്ടം കിടക്കും. വട്ടം കിടന്നുള്ള ഗുണം എന്താണെന്നറിയോ? ഒരാടിന് ഈ ഗുഹയിലൂടെ പുറത്തേക്ക് കിടക്കണമെന്ന് തോന്നിയാൽ ആദ്യം ആരെ ചവിട്ടണം? ആട്ടിടയനെ. ആട്ടിടയൻ എഴുന്നേക്കും. അല്ല, ഇനിയൊരു മൃഗത്തിന് പുറത്തുനിന്ന് അകത്ത് കയറി ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ആരെ ചവിട്ടണം? ആട്ടിടയനെ ചവിട്ടണം. നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് വട്ടം കിടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒറ്റ ചോദ്യം. നാളെ കഞ്ചാവും മറ്റ് കാര്യങ്ങളും നിമിഷ സുഖങ്ങളും അവരെ കൈകൊട്ടി വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പനെയും അമ്മേനെയും ചവിട്ടിയിട്ടാണല്ലോ പോകുന്നത് എന്ന് തോന്നത്തക്ക രീതിയിൽ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് അവരെ പൊതിഞ്ഞു പിടിക്കാൻ പറ്റുമോ? ഞാനിന്നിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളം മുഴുവൻ ഗ്രാറ്റിറ്റ്യൂഡാണ് എൻ്റെ അപ്പനോടും അമ്മയോടും. ഒരു ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് പല തരത്തിലുള്ള പ്രലോഭനങ്ങളുണ്ട്. പല തരത്തിൽ, പൈസയോട്, സ്ത്രീകളോട്, അധികാരത്തോട്. ദിവസവും ബീങ് എ യങ് ബ്ലഡ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് നിറഞ്ഞു നിൽക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പാളി ഉലഞ്ഞൊക്കെ എൻ്റെ വഞ്ചി പോകുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നത് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുഖമാണ്. ഞാൻ മൂലം ഇത്രയും കാലം അവർക്കുണ്ടായ അഭിമാനബോധത്തിന് ഒരു ക്ഷതവും വരുത്തരുതെന്ന് ഞാൻ വാശി പിടിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ 5 വർഷമായിട്ട് ഇങ്ങനെ തന്നെ പോകുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് വൈകുന്നേരം ചെന്നിട്ട് മക്കളോട് പറയാം, ഒരു 5 മിനിറ്റ് നീ ഒന്ന് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ. അവരൊരു 3 തവണ അമ്മ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിലെ അമ്മയ്ക്ക് 10ൽ 7 മാർക്ക്. അവൻ പറഞ്ഞ 22 വാചകങ്ങളിൽ ഒരു 2 തവണയെങ്കിലും അച്ഛൻ എന്ന് വന്നാൽ നിങ്ങളിൽ അച്ഛനും ഒരു 7 മാർക്ക്. മക്കളെ നിങ്ങൾ ഏറ്റവും മുമ്പിലേക്കാക്കാൻ ഫൈറ്റ് ചെയ്യരുത്. ഓഫ് കോഴ്സ് ജോലി വേണം. എത്ര വലിയ ജോലി കിട്ടിയാലും ഈ ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ മനുഷ്യനെ ഒന്നിനും കൊള്ളില്ലെന്നേ. എത്ര ഉയർന്ന സ്ഥാനത്താണ്, ഞാൻ പറഞ്ഞല്ലോ, ജിജോ സാർ, എനിക്ക് എൻ്റെ ഒരു സമപ്രായക്കാരെന്ന ഫീൽഡിലാണ് ജിജോ എന്ന് വിളിച്ചു വന്ന്. ഒരുപാട് വലിയ സ്ഥാപനങ്ങൾ നമ്മൾ വിളിക്കുമ്പോഴും എനിക്ക് കൂടുതൽ വാഗ്ദാനം മറ്റിടങ്ങളിൽ നിന്നാണെങ്കിലും ഞാൻ ഇത് ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ ഹൃദയവലിപ്പമൊന്നുമല്ല, വിളിക്കുന്ന ആളുടെ ക്വാളിറ്റിയാണ്.
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രമാണ്. മാതാപിതാക്കൾ ഉപദേശിക്കാൻ മാത്രം ഞാൻ ആരുമായിട്ടില്ലെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ ഏറ്റവും നല്ലൊരു അപ്പനും അമ്മയാണ് എൻ്റെ. എവിടെ പോയാലും ഞാനത് പറയുന്നത് അവരതുപോലെ അതിൻ്റെ അർത്ഥം അപ്പനമ്മയും ചൂടായിട്ടില്ല എന്നുള്ളതല്ല. ഞാൻ എപ്പോഴും അമ്മയും അപ്പനെയും കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം അമ്മ രാവിലെ നേരിട്ട് ഉണ്ണി പുട്ടെടുക്കട്ടെ, ഒരിക്കലും ഇല്ല, പുട്ടടിച്ചിട്ട് പോളെ. അതുപോലെ ഞാൻ അലമാരി തുറന്നിട്ട് അടച്ചില്ലെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ എന്നെ അടിക്കും. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, എൻ്റെ വീട്ടിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചുള്ള സംസാരം, 3 കാര്യങ്ങൾ: ഒരുമിച്ചുള്ള സംസാരം, ഒരുമിച്ചുള്ള ഭക്ഷണം, ഒരുമിച്ചുള്ള പ്രാർത്ഥന. ഈ 3 കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ ഉറപ്പായിരുന്നു കുട്ടിക്കാലം തുടങ്ങി. ഒരുമിച്ചുള്ള ഭക്ഷണം, ഒരുമിച്ചുള്ള സംസാരം, ഒരുമിച്ചുള്ള പ്രാർത്ഥന. ഈ ഒരുമിച്ചുള്ള ഭക്ഷണമൊക്കെ ഇന്നത്തെ കാലത്ത് പോസിബിൾ ആയിരിക്കില്ല. സീരിയലിൻ്റെ സമയം, ചിലപ്പോൾ കുട്ടികളുടെ മൊബൈലിൻ്റെ സമയം, ഐ ഡോണ്ട് നോ. പക്ഷെ ഒരുമിച്ചുള്ള സംസാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നോടൊരിക്കൽ ഒരു പെൺകൊച്ച് പറഞ്ഞാണ്, അവൾ ട്യൂഷൻ കഴിഞ്ഞ് പോകുന്ന നേരത്ത് ഏതോ ഒരാൾ സ്കൂട്ടറിൽ വടിയിൽ നിർത്തിയിട്ട് 2 റബ്ബറും തോട്ടത്തിന് നടുക്കേക്കോട്ടുള്ള വഴിയാണ്. ഈ ഷാജു ചേട്ടൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പെട്ടെന്ന് അയാൾ മുണ്ടിങ്ങനെ വകഞ്ഞ് മാറ്റി അയാളുടെ ജെനിറ്റൽ ലിംഗം ഈ പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവൾ പേടിച്ചിട്ട് ഓടി വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തി അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പം അമ്മ പറയാണ്, ട്യൂഷൻ കഴിഞ്ഞ നേരെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരണം. വീട്ടിൽ അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ പലതും നടക്കും എന്ന് നിങ്ങളൊരാൾ പറഞ്ഞാൽ ഈ പെൺകൊച്ച് നാളെ ആരുടെ അടുത്ത് പറയും ഒരു സങ്കടം? എൻ്റെ അപ്പനും അമ്മയും എപ്പോഴും അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള പിക്ചർ എങ്ങനെയാണ്? എന്ത് സംഭവിച്ചാലും ജോസഫെ നിനക്ക് ഓടിക്കേറാവുന്ന ഒരു തണൽമരമാണ് ഞങ്ങൾ. പ്ലീസ് കം ടു അസ്. ഈ പ്രായത്തിൽ നിനക്ക് എന്ത് സംഭവിച്ചു, പ്ലീസ് കം ടു അസ്. ഇങ്ങനെ വിരിച്ചു നിൽക്കുന്ന ഒരു അപ്പനും അമ്മയും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓടിക്കയറുന്നത്. നിങ്ങളുടെ മകൻ, എനിക്കൊരു പെൺകൊച്ചിനോട് പ്രണയമുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടി പറയുന്നു എനിക്കിങ്ങനെ തെറ്റ് പറ്റിപ്പോയി, അത് പറയുമ്പോഴേക്കും നിങ്ങൾ വടിവാളും എടുത്താൽ നിങ്ങൾ സാധാരണ മനുഷ്യരാണ്, സ്വാഭാവികമാണ്. പക്ഷേ അതിന് മുകളിൽ ചിന്തിക്കാൻ പറ്റുന്നിടത്ത് നിങ്ങൾ കുറെ കൂടി നല്ലൊരു മകനെയും മകളെയുമാണ് വളർത്താൻ പോകുന്നത്. ഞാൻ ഈ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. ഇത്രയും മാതാപിതാക്കൾ എന്നുള്ള കൂടുതലും അമ്മമാരാണ് എനിക്ക് കാണാൻ കിട്ടുന്നത്. അവിടെ ഇവിടെയൊക്കെ സ്നേഹത്തെ പ്രതി വന്നിട്ടുള്ള പിതാക്കന്മാരുണ്ട്, അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവാം. സ്റ്റിൽ ഇന്ന് തുടങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ മകനും മകളും മിടുക്കരായി വളരണമെന്ന് ആഗ്രഹമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ നന്നായാൽ മതി. ഒരു എൻ്റെ അപ്പച്ചൻ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പാരൻസ് ആർ ടാങ്ക്സ്, ചിൽഡ്രൻ ആർ ടാപ്സ്. മാതാപിതാക്കൾ ടാങ്കും പിള്ളേര് പൈപ്പുമാണ്. ഈ ടാങ്കിൽ കലക്കവെള്ളം ഉണങ്ങി പൈപ്പിൽ കൂടെ എന്ത് വരും? കരിക്കും വെള്ളം വരുമോ? എന്ത് വെള്ളം വരും? കലക്കവെള്ളം വരും. ടാങ്കിൽ കരിക്കും വെള്ളം ഉണങ്ങിയോ പൈപ്പിൽ കൂടെ കരിക്കും വെള്ളം വരും. നല്ലൊരു ടാങ്കായി മാറാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. Correct future, correct beginning. St. Gregorius Central School.